ജോലി കിട്ടി എയർഫോഴ്സിൽ ഇറങ്ങിയായിരുന്നു. മകളെ ഞാൻ കുറച്ച് നേരം കൊണ്ട് നോക്കുക, നിങ്ങൾ ഇവിടെ എല്ലാം വന്ന് ലഡു കൊടുക്കുന്നുണ്ട്, എന്താ പരിപാടി? അത് നമുക്കൊരു ജോലി കിട്ടി എയർഫോഴ്സിൽ മെഡിക്കൽ അസിസ്റ്റന്റ് ആയിട്ട്. എയർഫോഴ്സിൽ ജോലി എയർഫോഴ്സിൽ. അപ്പം നിങ്ങളെ ട്രെയിനിങ് ഒക്കെ എവിടെയായിരുന്നു? ട്രെയിനിങ് കൊട്ടാരക്കര മേജർ റിവീസ് അക്കാഡമിയിൽ. കൊട്ടാരക്കര മേജർ റിവീസ് അക്കാഡമി അതല്ലേ? എത്ര നാൾ നിങ്ങൾ ട്രെയിൻ ചെയ്തു? ഞാനിപ്പം 1.5 വർഷമായി. ഞാൻ ഏകദേശം 1 വർഷമാവും. 1 വർഷം. നിങ്ങൾ എന്തോ പഠിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ ഇപ്പൊ ഡിഗ്രി 3rd ഇയർ. കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ പ്ലസ് ടു ഡിഗ്രി അല്ലേ? അപ്പം നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ? അപ്പം രണ്ട് നടക്കും. ഇവിടുത്തെ ഫിസിക്കൽ ആദ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോളേജിൽ പോകും. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ഞായറാഴ്ച. പിന്നെ അല്ലാതെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. നമ്മളിപ്പോൾ വന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിതുവഴി പോയപ്പം ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ കിടന്ന് ഓടിയും ചാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. അപ്പോഴേ അറിഞ്ഞ് മേജർ രവി സാറിൻ്റെ ഒരു അക്കാഡമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൂടെ നിൽക്കുന്ന ഈ 4 പേർക്ക് എയർഫോഴ്സിൽ ജോലി കിട്ടി. ഇതിലെല്ലാം രസം എന്താണെന്ന് വെച്ചാൽ എയർഫോഴ്സിൽ മാത്രമല്ല, ഇതിൽ നിൽക്കുന്നവർക്ക് ആർമിയിലും കിട്ടി, നേവിയിലും കിട്ടിയവരുണ്ട്. അങ്ങനെ അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നത്. മക്കളെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇനി അടുത്ത എന്താണ് ഇനി ട്രെയിനിങ്ങിന് പോകാനായിട്ടുള്ള? ഈ ട്രെയിനിങ്ങിന് 28 ഇവിടുന്ന് പോകും. 1 റിപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒരിടത്ത് തന്നെയാണോ? ബാംഗ്ലൂർ തന്നെയാണല്ലേ? അപ്പം ട്വിൻസ് ആരായിരുന്നു പറഞ്ഞത്? ആയിരുന്നല്ലേ? ആ സഹോദരനോടെ സഹോദരൻ ഇപ്പം ആർമിയിൽ ജോയിൻ ചെയ്ത് ഒഡീഷ്യൽ ട്രെയിനിങ് ആണ്. കണ്ടോ, ഇതിനകത്ത് ഇവർ ട്വിൻസാണ്. ട്വിൻസ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ജോലി കിട്ടി. 2 പേർക്കും ആർമിയിലും കിട്ടി, എയർഫോഴ്സിലും കിട്ടി അല്ലേ? അപ്പം എവിടെ സഹോദരനും ട്രെയിനിങ്ങിലാണിപ്പോൾ? ഇപ്പൊ ട്രെയിനിങ് കയറിയ ഞാനിവിടെ എയർഫോഴ്സിന് വേണ്ടി റിസ്ക് എടുത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാര്യം അക്കാഡമി അത്ര ഉറപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഈ പറഞ്ഞ സഹോദരൻ ഇനി എയർഫോഴ്സിലേക്ക് വരികയാണോ? തിരിച്ചു വരിക? അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടല്ലേ? കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി. എന്താ നിങ്ങളുടെ ഇത് എന്തായിരുന്നു? നിങ്ങളുടെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു, ഫോഴ്സിൽ. അത് ഏതെങ്കിലും ഒരു ഫോഴ്സിൽ. അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. കാര്യം ഇദ്ദേഹത്തിന് കുറച്ച് ഹൈറ്റ് കുറവുണ്ട്, ഇദ്ദേഹത്തിന് പട്ടാളത്തിൽ ജോലി കിട്ടും. മോനെ എന്താ ഇതിന്റെ ഒരു ഇത്? എയർഫോഴ്സിനാകുമ്പോൾ കുറച്ച് ഹൈറ്റ് മതി. ആർമിക്കാണ് കൂടുതൽ ഹൈറ്റ് വേണ്ടത്. ഈ പറഞ്ഞ 180-170 സെന്റിമീറ്റർ വേണ്ടി വരുന്നത്. എയർഫോഴ്സിന് 157 സെന്റിമീറ്റർ മതി. 157 സെന്റിമീറ്റർ മതി. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഒരു വലിയ പ്രധാനമാണ്, ഈ പറഞ്ഞ വലിയ ബോഡി ഭയങ്കര പ്രധാനമാണ്. അതൊന്നും അല്ല കേട്ടോ. കാര്യം ഫോഴ്സുകൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. കാര്യം ഹൈറ്റ് കുറഞ്ഞവരുണ്ട്, വലിയ ആരോഗ്യമില്ലാത്ത, അങ്ങനെ പല മേഖലകളുണ്ട്. അപ്പം മോന ഏത് ഫീൽഡിലോട്ടാണ്? മെഡിക്കലോ? നിങ്ങളെല്ലാം മെഡിക്കലാണോ? മെഡിക്കൽ ഫീൽഡിലേക്കാ. ശരിക്കും പറഞ്ഞാൽ ഈ 157 സെന്റിമീറ്റർ മതിയല്ലേ? അപ്പം ഡിഗ്രിക്ക് എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഡിഗ്രിക്ക് BSc മാത്സ്. BSc മാത്സ്. പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുക? കഴിഞ്ഞു. ശരിക്കും ആലോചിക്കണം, 17 വയസ്സായതേ ഉള്ളൂ, ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറി. അതാണ് ഈ പിന്നെ മേജർ രവി സാറിന്റെ അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്സാ അല്ലേ? എല്ലാവരും നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മേജർ രവി സാറിന്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, കാര്യം 15 വയസ്സുണ്ട്, 10ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് താല്പര്യമുള്ളവർ ഞാനൊരു നമ്പർ കൊടുത്തിരിക്കാം, വരിക. കണ്ടില്ലേ, ഇവരൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. 17ാമത്തെ വയസ്സിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾ ഈ മേജർ രവി സാറിൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക.